നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാമജപം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളുടെ ഒരു ഭാഗമാണ്. കുടുംബത്തില് ഐശ്വര്യവും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ സഹായിക്കുന്ന ഒരു വഴിയായിട്ടാണ് നമ്മൾ നാമജപത്തെ കണക്കാക്കേണ്ടത്. ത്രിസന്ധ്യാ സമയത്ത് നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യവും വരുത്തുമെന്നാണ് വിശ്വാസവും. പൊതുവായുള്ള നാമജപങ്ങൾ കൂടാതെ ചില പ്രത്യേക കാര്യസിദ്ധിക്കായിട്ടുള്ള നാമജപങ്ങളും ഹൈന്ദവ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇവ വെറുതെ എങ്ങനെയെങ്കിലും ചൊല്ലിയാലും പോരാ, കൃത്യമായി ചിട്ടയോടെ വേണം ചൊല്ലുവാൻ. ഇതല്ലെങ്കിൽ ഫലം പോരാതെ വരും. ദേവീ മന്ത്രങ്ങള് പലതുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലളിതാ സഹസ്രനാമം. ഇത് കൃത്യമായിട്ട് ജപിക്കുന്നത് ദേവീ പ്രസാദം നേടിത്തരും എന്നുള്ളതാണ് വിശ്വാസം. 32 അക്ഷരങ്ങളിൽ കൂടുതൽ അക്ഷരങ്ങളുള്ള ഈ മന്ത്രം മാലാമന്ത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ദേവിയുടെ 1000 പേരുകളെയാണ് ഈ നാമത്തിൽ ചൊല്ലുന്നത്. ഒരു നാമം പോലും ഇതിൽ ആവർത്തിച്ചു വരുന്നതുമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 6 മാസം തുടർച്ചയായിട്ട് ലളിതാ സഹസ്രനാമം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അത് നമുക്ക് നേടിത്തരുന്ന ഒരുപാട് ഗുണങ്ങളെ കുറിച്ചാണ്. ഇത് തീർച്ചയായിട്ടും ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കണം. ഇന്നവർക്ക് മാത്രമേ ഇത് ജപിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. തിരുമിയാച്ചൂർ എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിലാണ് ലളിതാ സഹസ്രനാമത്തിന്റെ രചന നടന്നതെന്നാണ് ഐതിഹ്യം. ദിവസവും ഇതിന്റെ പാരായണത്തിലൂടെ ദാരിദ്ര്യവും രോഗങ്ങളും ദുരിതാവസ്ഥയുമെല്ലാം ഒഴിഞ്ഞു പോകും. ശ്രീവിദ്യ ഭഗവതിയെ ഉപാസിക്കുന്നവരുടെ പ്രധാന മന്ത്രമാണിത്. ഇതുകൊണ്ട് തന്നെ വിദ്യാപൂർത്തിക്കും ഏറെ ഉത്തമമാണ്. എന്നാൽ ഏതു ദേവീരൂപത്തിന് മുന്നിലായാലും ഈ മന്ത്രോച്ചാരണത്താൽ ഉപാസന നടത്തുകയുമാകാം. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ കൃത്യമായി തന്നെ ചെയ്യണം, എങ്കിലേ ഗുണം ലഭിക്കൂ. ഇത് ചൊല്ലുന്ന പലർക്കും കൃത്യമായി ഇതിന്റെ ചിട്ടകൾ അറിഞ്ഞുകൂടാ എന്നതാണ് വാസ്തവം. തെറ്റായ രീതികൾ ഫലം നൽകാതിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഭജിക്കുന്നതിനെ കുറിച്ചും നമ്മൾ പ്രത്യേകമായിട്ട് അറിയേണ്ടതുണ്ട്. ലളിതാ സഹസ്രനാമം എന്നും ജപിക്കുകയുമാകാം എന്നതാണ് ഒരു വാസ്തവം. ഇത് ഫലപ്രാപ്തി തരാൻ ചൊല്ലേണ്ട ചിട്ടകളെ കുറിച്ച്, ഏതൊക്കെ രീതിയിൽ ഇത് ചൊല്ലിയാലാണ് കൂടുതൽ ഗുണകരമാവുക എന്നൊക്കെയുള്ളതിനെ കുറിച്ചും നമുക്ക് പറയാം. ഈ മന്ത്രം ഈണത്തിലോ താളത്തിലോ ചൊല്ലരുതെന്നാണ് പ്രമാണം. ഇതിനുവേണ്ടി രാഗവും ഉപയോഗിക്കരുത്. വെറും രീതിയിൽ തന്നെ, എന്നാൽ തെറ്റാതെ ചൊല്ലണം എന്നർത്ഥം. ഒരു തട്ടത്തില് ചുവന്ന പട്ട് വിരിച്ച് ഇതിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയാൽ ശ്രീചക്ര പൂജയുടെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ശ്രീചക്രം മഹാലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഈ പൂജ സർവ്വ ഐശ്വര്യത്തിനാണെന്നാണ് വിശ്വാസം. ഇനി അതുപോലെ തന്നെ ഈ ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥത്തെ കുറിച്ച് പറഞ്ഞാല്, അർത്ഥം കഴിയുന്നത്ര മനസ്സിലാക്കി വേണം ഈ ഒരു നാമം ജപിക്കുവാനായിട്ട്. തുടങ്ങിയാൽ ഇടയ്ക്ക് വെച്ച് നിർത്താതെ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല ചിട്ട. ഒറ്റയ്ക്കിരുന്ന് ജപിക്കുന്നതിനേക്കാൾ കുടുംബത്തോടെ ജപിക്കുന്നതാണ് ഉത്തമം. രോഗശാന്തി വരുത്തുവാനും നെഗറ്റീവ് ഊർജം നീക്കാനും ഇത് ഏറെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവും ലഭിക്കും. ശരീരശുദ്ധി വരുത്തി വേണം ഇത് ജപിക്കാനായിട്ട്. എപ്പോഴും അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ശരീരശുദ്ധി ഇല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ലളിതാ സഹസ്രനാമം ജപിക്കരുത്. നിത്യവും ഈ നാമം ജപിക്കുന്ന വീട്ടില് അന്നത്തിനോ വസ്ത്രത്തിനോ കുറവുണ്ടാകില്ലെന്നതാണ് വിശ്വാസവും. ഇനി നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടാണോ നിങ്ങൾ ജപിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ ജപിക്കുന്നത് എങ്കിലും നിങ്ങൾ അറിയേണ്ട കാര്യത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഗുണം മുന്നിൽ കണ്ടല്ല, ദേവിയിൽ വിശ്വാസമർപ്പിച്ച് ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസമർപ്പിച്ച് വേണം ഇത് ജപിക്കുവാനായിട്ട്. ഈ ഒരു കാര്യം ഏറെ പ്രധാനമാണ്. കർമ്മം ചെയ്യുക, കർമ്മഫലേച്ഛ വേണ്ടെന്നതാണ് വാസ്തവം. ഒരു ആഗ്രഹവും മനസ്സിൽ കാണാതെ, ഒരു ലക്ഷ്യവും വയ്ക്കാതെ ഇത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ദേവി നടത്തി തന്നിരിക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകൾ ഇത് ജപിക്കുമ്പോൾ തലയിൽ മുക്കുറ്റി ചൂടുന്നത് ഭർതൃപുത്ര സൗഖ്യത്തിന് ഏറെ വിശേഷമാണെന്നാണ് പറയുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു,
ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് ജപിക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആർത്തവ കാലത്ത് ഇത് ജപിക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി തെറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ തെറ്റുകൾ കഴിവതും ഒഴിവാക്കി വേണം ജപിക്കുവാനായിട്ട്. തുടക്കത്തിൽ തെറ്റുകൾ വന്നാലും പിന്നീട് ശീലമാകുമ്പോൾ തെറ്റുകൂടാതെ ഇത് ജപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ്ങിൽ പലർക്കും ഇത് ജപിക്കാനുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു ധൈര്യക്കുറവ് എന്ന് പറയുന്നത് തെറ്റ് വന്നാലോ അല്ലെങ്കിൽ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ടുള്ള ഫലമായിരിക്കും നൽകുക എന്നുള്ള ഒരു പേടി പലരിലും കാണാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ചിന്തിക്കാതെ കഴിയുന്നത്ര ശരിയായിട്ട്, കഴിയുന്നത്ര തെറ്റുകളില്ലാതെ അത് ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് ശീലമാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും. കൂടാതെ ഇത് ജപിക്കുന്നതിന് മുൻപ് ഗായത്രി മന്ത്രം 8 തവണ ജപിക്കുന്നതും നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വെറും നിലത്തിരുന്നു കൊണ്ട് ജപിക്കാനായിട്ട് പാടില്ല. അത് ഈ ഗായത്രി മന്ത്രമായാലും അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമമായാലും അങ്ങനെ ഏത് മന്ത്രമോ ആയിക്കൊള്ളട്ടെ, നമ്മൾ വെറും തറയിൽ ഇരുന്നു കൊണ്ട് മന്ത്രങ്ങൾ ജപിക്കാനോ പൂജകൾ ചെയ്യാനോ പാടില്ല. ഒന്നുകിൽ ഒരു പൂജാമേറ്റോ അല്ലെങ്കിൽ ഒരു പലകമേലോ ഇരുന്നു കൊണ്ട് വേണം നമ്മളിത് ജപിക്കാനായിട്ട്. അതും വളരെ പ്രധാനമാണ്. കാരണം മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് നമ്മുടെ പൃഷ്ഠം നേരിട്ട് ഭൂമിയിൽ സ്പർശിക്കരുതെന്നാണ് പറയുന്നത്. മന്ത്രം ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഊർജം ഭൂമിയിലേക്ക് പോകാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യവും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ പലർക്കുമുള്ള സംശയമാണ് ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. നിലവിളക്ക് തെളിയിച്ചു വെച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. നിലവിളക്ക് തെളിയിച്ച് അതിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് തിരിയിട്ട് തെളിയിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ജപിക്കുക. സാധിക്കുന്നവര് നെയ്യ് ഒഴിച്ച് ദീപം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. നെയ്യാണ് ഏറെ നല്ലത്. ഈ സമയത്ത് ശുദ്ധിയുള്ള വെളുത്തതോ അല്ലെങ്കിൽ കാവി നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ജപിക്കാം. ജപിക്കാൻ പാടില്ല എന്നില്ല, പക്ഷെ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ജപിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠമാണ്. അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഇതിലെ മന്ത്രഭാഗം ജപിച്ച് വാക്കുകളുടെ ഉച്ചാരണം ശരിയാക്കിയ ശേഷം പദ്യഭാഗം വായിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും കാരണവശാല് ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ ദോഷമൊന്നും വരില്ലെങ്കിലും പൂർത്തിയാക്കുന്നതാണ് അത്യുത്തമം. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന കാര്യമായിരുന്നു, അതായത് ലളിതാ സഹസ്രനാമം പൂർണ്ണമായിട്ടും വായിക്കാൻ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഒറ്റ ഇരിപ്പിന് അത് പൂർണ്ണമായിട്ടും ജപിക്കാൻ സാധിക്കില്ല. ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പകുതിക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ദോഷമൊന്നുമില്ല, പൂർണ്ണമായിട്ടും ജപിക്കാൻ സാധിച്ചാൽ അത് ഏറെ ഉത്തമമാണ്. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ 100ന്റെ സംഖ്യകളിൽ ജപം മുറിക്കാമെന്നൊരു വിശ്വാസം കൂടെയുണ്ട്. അതായത് 100, 200, 300 തുടങ്ങിയവിടങ്ങളിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പിറ്റേ ദിവസം വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ജപിക്കേണ്ട രീതിയെക്കുറിച്ച് പറയുമ്പോൾ രാവിലെ കിഴക്കോട്ടോ വൈകിട്ട് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുന്നതാണ് ഉത്തമം. പരാശക്തിയെയാണ് സഹസ്രനാമത്തിൽ ജപിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഏത് ദേവീ ചിത്രമെങ്കിലും മുൻപിൽ വെച്ചിരുന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി ദേവീ ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിലവിളക്ക് തെളിയിച്ചു വെച്ച് ജപിക്കാം. നിലവിളക്കിനെ ദേവിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിന്റെ മുന്നിലിരുന്ന് ജപിച്ചോളൂ, ഏറെ ഉത്തമമാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അമ്മമാരുണ്ടാവാം, ഭാര്യമാരുണ്ടാവാം. എല്ലാവരും ജപിച്ചോളൂ, ഫലം സുനിശ്ചിതമാണ്. 6 മാസം തുടർച്ചയായിട്ട് ലളിതാ സഹസ്രനാമം ജപിച്ചാല് നിങ്ങളുടെ ജീവിതത്തില് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. തുടർച്ചയായിട്ട് ജപിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഒരു വീട്ടില് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമല്ല, ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും അതിന്റെ ഗുണം ലഭിക്കും എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.